ഹലോ. ഫസ്റ്റ് ചാപ്റ്റർ ആയ റിയൽ നമ്പേഴ്സ്. ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ഇറാഷണാലിറ്റി പ്രൂഫ് നമുക്കൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. സോ നമുക്ക് ഫസ്റ്റ് എങ്ങനെയാണ് ഇറാഷണാലിറ്റി പ്രൂഫ് എങ്ങനെയാ ചെയ്യുന്നത് നോക്കാം. സോ നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരാറ് ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ പ്രൂവ് ദാറ്റ് √5 ഈസ് ഇറാഷണൽ. ഓക്കെ, √5 ഇറാഷണൽ ആണെന്ന് നമുക്കറിയാം. √5 ഈസ് ഇറാഷണൽ. നമ്മൾ അതെങ്ങനെ പ്രൂഫ് ചെയ്യും എന്നുള്ളതാണ്. സോ പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് √5 ഇറാഷണൽ അല്ല എന്ന് തന്നെ അസ്യൂം ചെയ്യുക. ഇറാഷണൽ അല്ല എന്ന് പറഞ്ഞാല് ഇറ്റ് ഈസ് റാഷണൽ. സോ അസ്യൂം √5 ഇസ് ഈക്വൽ ടു റാഷണൽ എന്നുള്ളതിന്റെ കണ്ടീഷൻ എന്താ? വി ക്യാൻ റൈറ്റ് ഇറ്റ് ഇൻ ദി ഫോം ഓഫ് P/Q, വേർ P ആൻഡ് Q ആർ കോപ്രൈം നമ്പേഴ്സ്. കോപ്രൈം മീനിങ് എന്താ? കോപ്രൈം എന്ന് പറഞ്ഞാൽ നമുക്കിനി അതിനെ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല, നമുക്കതിനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റാത്ത നമ്പേഴ്സ്, കോപ്രൈം നമ്പേഴ്സ് ആൻഡ് ക്യൂ നോട്ട് ഈക്വൽ ടു 0. ഇതാണ് റാഷണൽ നമ്പേഴ്സിന്റെ കണ്ടീഷൻ. സോ ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ത് ചെയ്യണം? നമുക്കിവിടെ ക്യൂവിനെ LHSലേക്ക് കൺവേർട്ട് ചെയ്യാം. സോ √5 ക്യൂ ഇസ് ഈക്വൽ ടു പി പി എന്ന് മാത്രമല്ലേ ഉള്ളൂ. ഓക്കെ, ദെൻ സ്ക്വയറിംഗ് ബോത്ത് സൈഡ്സ്. We have to square it. Squaring both sides. സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് ഹാപ്പൻ ചെയ്യും? √5 Q ദി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു പി സ്ക്വയർ എന്ന് വരും. √5 into √5 5. Q സ്ക്വയർ ഇസ് ഈക്വൽ ടു പി സ്ക്വയർ. ഹിയർ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് പി സ്ക്വയർ ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് 5 എന്ന് നമുക്ക് പറയാലോ. സോ പി സ്ക്വയർ ഈസ് divisible by 5. ഓക്കെ, ഈ പി സ്ക്വയർ കണ്ടോ, 5 കൊണ്ട് ഏതൊരു നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ, ഏതൊരു നമ്പറിന്റെ സ്ക്വയറിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് പി സ്ക്വയർ കിട്ടും. സോ ഫ്രം ദാറ്റ് പി ഈസ് ഓൾസോ ഡിവിസിബിൾ ബൈ 5. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ നോക്കേണ്ടത്, ഇപ്പൊ പി ഡിവിസിബിൾ ആണെന്ന് കിട്ടി, പീസ് ഡിവിസിബിൾ ബൈ 5 ആണെന്ന് കിട്ടി. നമുക്കിനി പിനെ എന്താക്കി എടുക്കാം? ലെറ്റ് പി ഇസ് ഈക്വൽ ടു 5K എന്ന് എടുക്കാം. എന്തുകൊണ്ടാ? പി എന്ന് പറയുന്നത് 5ന്റെ മൾട്ടിപ്പിൾ ആണ്, അല്ലെങ്കിൽ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നമ്പർ ആണ്. സോ നമ്മൾ അതിനെ 5K എന്ന് എടുക്കുകയാണ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യാണ്? ഇവിടെ ഇതിനെ ഇക്വേഷൻ 1 എന്ന് മാർക്ക് ചെയ്യണം കേട്ടോ. 5Q² ഇസ് ഈക്വൽ ടു പി സ്ക്വയർ എന്നുള്ളത് ഇക്വേഷൻ 1. നമ്മൾ ആ ഇക്വേഷൻ 1ലേക്ക് അപ്ലൈ P is equal to 5K in equation 1. ഓക്കെ, നമ്മൾ ഇക്വേഷൻ 1ലേക്ക് P is equal to 5K എന്നുള്ള വാല്യൂ അപ്ലൈ ചെയ്യാണ്. സോ 5Q² is equal to Pക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? 5K. സോ അവിടെ ഒരു സ്ക്വയർ ഉണ്ട്, P ഇവിടെ സ്ക്വയർ അല്ലേ. സോ 5K ദി ഹോൾ സ്ക്വയർ എന്ന് വരും. P സ്ക്വയർ എന്ന് പറയുമ്പോൾ 5K ദി ഹോൾ സ്ക്വയർ. എന്തുകൊണ്ടാണ് അവിടെ ബ്രാക്കറ്റ് അപ്ലൈ ചെയ്തേ? നമുക്ക് 5K² എന്ന് എഴുതിയാൽ അവിടെ കെക്ക് മാത്രം സ്ക്വയർ വരുള്ളൂ. 5K എന്നുള്ളതാണ് പിയുടെ വാല്യൂ. സോ അത് ഹോൾ ആയിട്ട് സ്ക്വയർ ചെയ്യാം. സോ 5Q² is equal to 5² is 25 and K². Okay, then Q² is equal to 25K² divided by 5. ക്യാൻസൽ ചെയ്ത് നമുക്ക് എന്ത് വാല്യൂ കിട്ടി? 5K². Here also we get Q² is also divisible by 5. Q² is divisible by 5 and Q² divisible ആയതുകൊണ്ട് Q is also divisible by 5. നമ്മൾ എന്ത് കൺക്ലൂഷനിലാണ് ഇവിടെ എത്തിയത് നോക്കിയേ.
നമുക്കിവിടെ ക്യൂ സ്ക്വയർ ഡിവിസിബിൾ ബൈ 5 ആണെന്ന് കിട്ടി, ക്യൂ ഡിവിസിബിൾ ബൈ 5 ആണെന്ന് കിട്ടി, പി ഈസ് ഓൾസോ ഡിവിസിബിൾ ബൈ 5 ആണ്. നമ്മളിവിടെ സ്റ്റാർട്ടിങ്ങിൽ എന്താ എടുത്തത്? √5 ഇസ് ഈക്വൽ ടു പി ബൈ ക്യൂ. അവിടെ പിയും ക്യൂവും കോ പ്രൈം നമ്പേഴ്സ് ആണെന്നാ പറഞ്ഞേ. കോ പ്രൈം മീൻ എന്താ? പി ബൈ ക്യൂ ഫോമിൽ നമ്മൾ എഴുതിയാല് അതിനെ നമുക്ക് ഇനി സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഇതിനെ ക്യാൻസൽ ചെയ്യാനോ സിംപ്ലിഫൈ ചെയ്യാനോ കഴിയില്ല. ഓക്കെ, അപ്പൊ ഇവിടെ രണ്ടും ഡിവിസിബിൾ ബൈ 5 ആണെന്ന് പറഞ്ഞാൽ അതിനൊരു 5 കോമൺ ഫാക്ടർ ഉണ്ടെന്നാണ്. ഇപ്പോ P25ഉം Q15ഉം ആണെങ്കിൽ നമുക്ക് അവിടെ വാല്യൂ 5ന്റെ മൾട്ടിപ്പിൾസ് ആയിട്ടാണ് ഇവർ രണ്ടുപേരും വരുന്നത്. അപ്പൊ അവിടെ 5 കോമൺ ആണ് അല്ലെ? നമുക്ക് ഇതിനെ ഒന്നും കൂടി സ്പ്ലിറ്റ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് എഴുതാൻ പറ്റും. സോ ദി അസംഷൻ ഈസ് റോങ്. ദി assumption is wrong. P and Q are not co-prime numbers. P and Q are not co-prime numbers. So നമുക്ക് എന്ത് പറയാം? Therefore, √5 is irrational. Okay, √5 is irrational എന്ന് പറയാം. അവിടെ നമ്മൾ എടുത്ത അസംഷന്റെ കോൺട്രഡിക്ഷൻ ആണ്. നമ്മൾ എടുത്ത അസംഷൻ എന്താ? √5 ഈസ് റാഷണൽ എന്നാണ്. സോ നമ്മൾ ഇവിടെ പ്രൂവ് ചെയ്തത് അത് റോങ് ആണെന്നാണ്. സോ നമുക്ക് പറയാം √5 ഈസ് ഇറാഷണൽ കേട്ടോ. ഓക്കെ.